നമസ്കാരം. മഴക്കാലമാണ്. കർക്കിടക മാസം തുടങ്ങി. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം അറിയാത്ത പല ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഞാനിന്ന് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യവും നമുക്ക് കർക്കിടക ചികിത്സ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആയുർവേദത്തിൽ ദിനചര്യയ്ക്കും ഋതുചര്യയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യൻ ആരോഗ്യത്തിന് വേണ്ടി ദിവസം ചെയ്യുന്ന ചില ശീലങ്ങൾ, ഉദാഹരണത്തിന് രാവിലെ എണീറ്റ് പല്ല് തേക്കുക, മുഖം കഴുകുക, ബാത്റൂമിൽ പോവുക, എണ്ണ തേച്ച് കുളിക്കുക എന്നിവയുള്ള ദൈനംദിന ശീലങ്ങളാണ് ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഋതുക്കളിൽ മാറി മാറി വരുന്ന ചൂടും മഴയും തണുപ്പും അത് കാരണം വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ശീലിക്കേണ്ട ചില ജീവിതശൈലി മാറ്റങ്ങളാണ് ഋതുചര്യയിൽ ഉൾപ്പെടുത്തുന്നത്. മഴക്കാലത്ത് നമ്മൾ ആചരിക്കുന്ന ശീലങ്ങളെ നമ്മൾ വർഷ ഋതുചര്യ എന്ന് പറയും. നമ്മളുടെ നാട്ടിൽ മഴക്കാലം കൂടുതൽ കർക്കിടക മാസത്തിൽ കാണുന്നതുകൊണ്ട് തന്നെ കർക്കിടക ചികിത്സ എന്ന പേര് വന്നു. ഇനി എന്താണ് മഴക്കാലത്തിൻ്റെ പ്രാധാന്യം? മഴക്കാലം പലതരം പകർച്ചവ്യാധികളുടെ ഒരു സമയമാണ്. ഡെങ്കി, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, എലിപ്പനി പോലത്തെ രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു സമയമാണ് മഴക്കാലം. അതുകൂടാതെ നമ്മളുടെ ഈ കാലാവസ്ഥയും മഴയുടെ ഈർപ്പമെല്ലാം ചേർന്ന് വരുമ്പോൾ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലത്തെ അണുബാധയ്ക്ക് അനുകൂലമായൊരു സാഹചര്യമാണ്. ഇതുകൂടാതെ നമ്മളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഒരു കാലഘട്ടമാണ് ഈ മഴക്കാലം. അതിന് പല കാരണങ്ങളും ഉണ്ട്. നമ്മളുടെ വേനൽക്കാലത്തിൻ്റെ അതിയായ ചൂടിൽ നിന്നും പെട്ടെന്ന് മഴക്കാലത്തിൻ്റെ തണുപ്പിലേക്ക് നമ്മളുടെ ശരീരത്തിന് ഒരു മാറ്റം വരുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് വീക്ക് ആവാറുണ്ട്. പിന്നെ മഴക്കാലത്ത് സൂര്യരശ്മി കിട്ടാത്തതിൻ്റെ ഒരു കുറവും അതുകൂടാതെ വ്യായാമത്തിൻ്റെ കുറവെല്ലാം കാരണം നമുക്ക് പലതരം രോഗങ്ങൾ ഈ സമയത്ത് കൂടിക്കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാലത്തിൽ കാണുന്ന അണുബാധയ്ക്ക് എതിരെയായി നമ്മളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ നിലനിർത്താനും ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു ചികിത്സയാണ് ഈ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: രോഗചികിത്സയും രോഗപ്രതിരോധ ചികിത്സയും. മഴക്കാലത്ത് ചില രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിനായിട്ട് അസ്ഥിസന്ധി വേദന, ശ്വാസം മുട്ടൽ, ശരീരവേദനകളെല്ലാം. ഓരോ രോഗത്തിനും അതിൻ്റെ തക്കതായ ചികിത്സ കൊടുത്ത് അതിനെ ശമിപ്പിക്കുന്നതാണ് രോഗചികിത്സ. എന്ന് വെച്ച് മഴക്കാലത്ത് മാത്രമേ ആയുർവേദ ചികിത്സ എടുക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എല്ലാ ഋതുക്കളിലും അതിൻ്റെ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ചികിത്സ ആ രോഗത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമതായി നമ്മൾ ചെയ്യുന്ന രോഗപ്രതിരോധ ചികിത്സ. നമ്മളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ നിലനിർത്താനും ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കാനും വേണ്ടി ഔഷധക്കഞ്ഞികൾ, പഞ്ചകർമ്മ ചികിത്സകൾ, മരുന്നിൻ്റെ പ്രയോഗങ്ങൾ, ആഹാര നിയന്ത്രണം, വ്യായാമം എന്നിവയെല്ലാം അടങ്ങുന്നതാണ് ഈ കർക്കിടക ചികിത്സയിലെ രോഗപ്രതിരോധ ചികിത്സ. നമ്മളുടെ നാട്ടിൽ മഴക്കാലത്ത് മരുന്നുകളിട്ട് കഞ്ഞി കുടിക്കുന്ന ശീലം പണ്ട് തൊട്ടേ ഉണ്ട്. ഈ മഴക്കാലത്ത് നമ്മളുടെ ദഹനശക്തി സാധാരണ രീതിയിൽ നിന്നും കുറഞ്ഞാണ് കാണാറുള്ളത്. അതുകൊണ്ട് ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്ന ചുക്ക്, മുളക്, തിപ്പലി എന്നിവ ഔഷധങ്ങൾ, ജീരകം, ഉലുവ, അയമോദകം എന്നെല്ലാം ഇട്ട് നമ്മൾ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതുകൂടാതെ ഗ്യാസ് പോലത്തെ ബുദ്ധിമുട്ട് മഴക്കാലത്ത് വരാതിരിക്കാൻ നല്ലതാണ്. പഞ്ചകർമ്മയിൽ നസ്യം, വമനം, വിരേചനം, വസ്തി, രക്തമോക്ഷം എന്നിവ 5 ശോധന ക്രിയകളാണ് ഉള്ളത്. രോഗിയുടെ അവസ്ഥയും രോഗത്തിൻ്റെ അവസ്ഥയും അനുസരിച്ച് ഏത് ശോധന ക്രിയയാണോ ചെയ്യേണ്ടത് അതാണ് ഈ കാലത്തിൽ ചെയ്യാറുള്ളത്. ഇനി രോഗമൊന്നും ഇല്ലാത്തൊരു സ്വസ്ഥനായ ഒരാളാണെങ്കിൽ മൃദുവായ ശോധന ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയെ നിലനിർത്താനുള്ള, ബലത്തെ വർദ്ധിപ്പിക്കാനുള്ള ഔഷധ മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുകയാണെങ്കിൽ അണുബാധ വരാതിരിക്കാനും ഇനി അഥവാ വന്നു പോയാൽ അതിനെ പിടിച്ചു നിർത്താനും ഇത് സഹായിക്കും. ഇനി മഴക്കാലത്ത് നമുക്ക് പുറത്തിറങ്ങി വ്യായാമം അധികം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ നിന്ന് ലഘുവായ വ്യായാമം എന്നും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദഹനശക്തി ഈ കാലത്ത് പൊതുവെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ആഹാരത്തിൽ കുറച്ച് നിയന്ത്രണം കൊണ്ടുവരണം. കൊഴുപ്പ്, കലോറി കുറഞ്ഞ ആഹാരങ്ങൾ, കൂടാതെ പലതരം സൂപ്പുകൾ, പിന്നെ ചുക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമെല്ലാം കുടിക്കുന്നത് ഈ കാലത്ത് നല്ലതാണ്. ഇനി പണ്ട് തൊട്ടേ ഇല്ല ശീലങ്ങൾ എല്ലാം നമ്മൾ അനുചരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മാസ്ക് ധരിക്കുന്നതും
ശുചിത്വം പാലിക്കുന്നതെല്ലാം ഈ മഴക്കാലത്ത് പലതരം രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും.